ഹിമാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര ചെയ്യണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പണ്ട് ബാർ അസോസിയേഷനിൽ, മംഗലാപുരം ബാർ അസോസിയേഷനിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബാർ അസോസിയേഷനിൽ ഒരാൾ നടന്ന് ഇന്ത്യ മുഴുക്കെ കാണുന്ന ഒരു എഞ്ചിനീയറെ കാണുവാനിടയായി. അദ്ദേഹം പൂനെയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ 22 വർഷമായിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ബാർ അസോസിയേഷൻ, മംഗലാപുരം ബാർ അസോസിയേഷനിൽ വന്ന അഡ്വക്കേറ്റ്സ്മാർക്കായിട്ട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ഞങ്ങൾ ചോദിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഉദാരമനസ്കരായ ആൾക്കാരുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പഞ്ചാബ് എന്ന് പറഞ്ഞു. പഞ്ചാബിൽ കൂടെ നടന്നപ്പോൾ ഒരു നേരം ആഹാരത്തിന് ഒന്നും മുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. ഒരു നേരം ആഹാരം കിട്ടാത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ കൂടെ നടന്നപ്പോഴുള്ള ദുരനുഭവം അദ്ദേഹം വ്യക്തമാക്കി. ഇങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാറൊരു ബാണ്ടമുണ്ട്. അദ്ദേഹം ഇ കെ നയനാരെ കണ്ട ലെറ്ററുണ്ട്. എല്ലാ ജില്ലാ കളക്ടർമാരുടെയും പല സംസ്ഥാനങ്ങളിലെ ലെറ്ററുണ്ട്. 22 വർഷം മുഴുക്കെ അദ്ദേഹം നടന്ന് ഭൂട്ടാനിലും നേപ്പാളിലും ഒക്കെ അദ്ദേഹം പോയ അനുഭവങ്ങൾ പങ്കുവച്ചു. അന്നുപോലുള്ള ഒരാഗ്രഹമാണ് ഏറ്റവും മനോഹരമായ സ്ഥലമായ ഹിമാചൽ പ്രദേശ് കാണണമെന്നുള്ളത്. അതിന് ഒരു പൂർത്തീകരണം വന്നതെന്ന് വെച്ചാൽ കുടുംബമായിട്ട് ഈ കഴിഞ്ഞ മെയ് 2024 മെയ് 21 മുതൽ 30 വരെ അത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിച്ചു. ആ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് യൂട്യൂബിലൂടെ പങ്കുവെക്കുന്നത്. ദീർഘയാത്രകളായിരുന്നുകൊണ്ടാണ് കുറേ നാൾ യൂട്യൂബ് വീഡിയോസൊന്നും ഇല്ലായിരുന്നു. വീണ്ടും യൂട്യൂബ് വീഡിയോസൊക്കെ പുനരാരംഭിക്കുന്നു. പ്രേക്ഷകരുടെ സവിശേഷമായ ശ്രദ്ധയും ഒക്കെ ഇതിൽ വരണമെന്ന്, നിങ്ങളിത് കാണണമെന്നൊക്കെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഈ ഹിമാചൽ പ്രദേശിലൂടെ നടത്തിയ യാത്ര 2-3 ഘട്ടമായിട്ട് മാത്രമേ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒക്കത്തുള്ളൂ. അവിടെ ഒരു കോൺഗ്രസ് ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 10-14 കേരളത്തിനെ പോലെ തന്നെ 10-14 ചെറിയ ജില്ലകളുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മനോഹരമായ, അതിമനോഹരമായ സ്ഥലമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ പല സംസ്ഥാനങ്ങളിലും പോയെങ്കിലും ഹിമാചൽ പ്രദേശ് ഒരു ശിവാലിക് റേഞ്ച്, ഹിമാലയത്തിൻ്റെ ശിവാലിക് റേഞ്ചുകളെല്ലാം കടന്നു പോകുന്ന ഒരു ഹിമാചൽ പ്രദേശ് ഒരു വളരെ മനോഹരമായ സ്ഥലമാണെന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനകത്ത് എല്ലാ സ്ഥലങ്ങളും ഒന്നും പോകാൻ സാധിച്ചില്ല. എന്നാലും ഷിംല, ക്യാപിറ്റലായ ഷിംല, കുളു, മണാലി, കുളു ഒരു പ്രത്യേക ഡിസ്ട്രിക്റ്റാണ് കുളു, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളും കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും, ഏറിയ കൂറും മലനിരകളും അതുപോലെ നദിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ടൂറിസം കൊണ്ടാണ് കൂടുതലും ജീവിക്കുന്നത് നമുക്ക് തോന്നും. നമുക്ക് റോഡിൻ്റെ എല്ലാ കരകളിലും എല്ലാ ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കവിടെ ഹോട്ട് എയർ ബലൂൺ പറത്തുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് കയറി നമുക്ക് 3500 കൊടുക്കാൻ ഉയരങ്ങളിലേക്ക് ഹോട്ട് എയർ ബലൂണിൽ പോകാൻ സാധിക്കും. അതുപോലെ 2 ഹില്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് വേ, അതിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒത്തിരി അസോസിയേഷൻസ് അവിടെയുണ്ട്. അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ റിവറിൽ കൂടെ നമുക്കൊരു ഒരു പ്രത്യേക ബോട്ടിംഗ് ഉണ്ട്. നമുക്കൊരു ബോട്ട് ഹയർ ചെയ്തിട്ട് 6,000 രൂപ കൊടുക്കാൻ ഒരു ബോട്ട് ഹയർ ചെയ്തുകൊണ്ട് നദിക്കകത്തൂടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, കയാക്കിംഗ് ഒരു പ്രത്യേക രീതിയിൽ ബോട്ടിനകത്തൂടെ ഉയർന്നും താണും പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്പോർട്സ് ഉണ്ട്. പിന്നെ മലനിരകളിലൂടെയുള്ള സ്കീയിങ് ഉണ്ട്. മലനിരകളിലൂടെ നമുക്ക് ചെറിയ പ്രത്യേകം പോകുന്ന ജീപ്പുകൾക്കകത്ത് സഞ്ചരിക്കാം, കുതിരകൾക്കകത്ത് സഞ്ചരിക്കാം. ഇങ്ങനെ ഒട്ടനവധി സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പലരും ത്രില്ലിങ് ആക്ടിവിറ്റി, പലരും ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് ഉള്ളതുകൊണ്ട് അതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് വേകളും എല്ലാം ഉണ്ട്, സിപ്പ് വേകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു മനോഹരമായ ഒരു ടൂറിസം, ഒരു വ്യവസായം തന്നെയാണ്. പാരാഗ്ലൈഡിങ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു വ്യവസായമാണ് ഹിമാചൽ പ്രദേശിൽ നടക്കുന്നത്. ജനങ്ങളുടെ ഒരുപാട് ജീവിതോപാധികൾ കൊണ്ട് പലപ്പോഴും മുയലിനെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള മുയലോ പട്ടിയോ പൂച്ചയൊക്കെ കൊണ്ട് ആൾക്കാർ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കാണാം. അത് നമ്മുടെ കയ്യിൽ തന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഒരു 10-30 രൂപ അവർക്ക് കൊടുക്കുമെങ്കിൽ ആ ഫോട്ടോ ആ പ്രത്യേക ഇനത്തിൽപ്പെട്ട ക്യാറ്റിനോടൊപ്പമോ പട്ടിയോടൊപ്പമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു മുയലിനോടൊപ്പമോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ റോഡിലെല്ലാം ആൾക്കാരിങ്ങനെ അത് വെച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഹിമാചൽ പ്രദേശ് മൊത്തത്തിൽ ഒരുപാട് സ്ഥലമാണ്. ഞാൻ ഇവിടുന്ന് പോയത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് മുംബൈയിൽ വിമാനത്തിലിറങ്ങി. മുംബൈയിൽ നിന്ന് ചണ്ഡീഗഡിൽ കണക്ഷൻ ഉണ്ട്. ചണ്ഡീഗഡിൽ ഞങ്ങളെ കാത്ത് ഒരു ടാക്സി ഉണ്ടായിരുന്നു. ആ ടാക്സിയിലാണ് ഞങ്ങൾ 10 ദിവസം കറങ്ങി. ടാക്സി പിന്നെ ഷിംല അതായത് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലിലേക്ക്, ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലേക്ക് ഞങ്ങൾ കാർ മാർഗം ഒരു 5 മണിക്കൂറോളം എടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ ആ ഡ്രൈവർ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. നല്ലൊരു ഡ്രൈവറായിരുന്നു, നല്ലൊരു യുവാവായൊരു പയ്യൻ, BCom ഒക്കെ പാസ്സായി. ഞങ്ങൾ കേരളത്തിൽ നിന്നായതിനാൽ ഇംഗ്ലീഷ് പറയുന്ന ഒരു ഡ്രൈവറെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
അദ്ദേഹമാണ് ഞങ്ങളെ 10 ദിവസവും ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയത്. ഹിമാചൽ പ്രദേശിൻ്റെ വിസ്തൃതമായ ഭൂപ്രകൃതിയിലേക്ക്. പലയിടത്തും റോഡുകളില്ല. ലാൻഡ് സ്ലൈഡുകളിലെല്ലാം പലയിടത്തും റോഡുകളും എല്ലാം ഇടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഒരു കഴിഞ്ഞ ലാൻഡ് സ്ലൈഡുകളിലെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങളെല്ലാം ഈ റോഡിനുണ്ടായി. അതെല്ലാം ഡ്രൈവർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. നാരോ ഹിമാലയത്തിൻ്റെ ശിവാലിക് റേഞ്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ദുർഘടമായ റോക്സിൻ്റെ ഇടയിൽ കൂടെ, അതായത് പാറകളുടെ ഇടയിൽ കൂടെ കുത്തിവെച്ച വഴികളിലൂടെയൊക്കെ ഞങ്ങളെ ഒരുപാട് ഹിമാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം കൊണ്ടുപോയി. ഞങ്ങൾ 8 ദിവസമായിട്ട് 8 സ്ഥലത്തായിട്ട് ഞങ്ങൾ താമസിച്ചു. ഷിംലയിൽ മാത്രം, അതായത് ക്യാപിറ്റലായ ഷിംലയിൽ മാത്രം 2 ദിവസം അവിടെ തങ്ങിയുണ്ടായി. ഷിംല ഒരു മനോഹരമായ പട്ടണമാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ ജനനിബിഡമാണ്. ഒരുപാട് ഒരു തീപ്പെട്ടിക്കൂട് അടുക്കി വെച്ച പോലെയുള്ള വീടുകൾ ഒക്കെ കാണാൻ നമുക്ക് അവിടെ ഷിംലയിൽ സാധിക്കും. ഷിംലയിൽ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞില്ലാത്ത ഒരു സീസണാണ്. പക്ഷേ എന്നാലും ഇടയ്ക്ക് നല്ല തണുപ്പുണ്ട്. തണുപ്പിന് കുറവൊന്നുമില്ല, തണുപ്പുണ്ട്. നമുക്കത് രാവിലെയൊക്കെ എണീച്ച് നടക്കാനും ഒക്കെ നമുക്കുള്ള അവസരങ്ങളുണ്ട്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൂടെ കദ്രി, ഈ പല ജില്ലകളിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് ദിവസം യാത്ര ചെയ്യാനുണ്ടായി. അത് കഴിഞ്ഞ് പഞ്ചാബിലേക്ക് ചണ്ഡീഗഡിലേക്ക് വന്നു. ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണുവാനായിട്ട് സാധിച്ചു. അത് ഒരു മനോഹരമായ ഒരു അവസ്ഥയായിരുന്നു. അവസാനം നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് പുറപ്പെടാൻ സമയത്ത് ഹീറ്റ് വേവ്സ് ഡൽഹിയിൽ ആഞ്ഞടിച്ച കാരണം ചണ്ഡീഗഡിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട വിമാനം റൺവേയിൽ തുള്ളിക്കളിച്ചതിന് ശേഷം പലതവണ പോയതിന് ശേഷം അത് തിരിച്ച് എയർപോർട്ടിൽ വന്ന് നിൽക്കുകയും ഞങ്ങൾ തിരിച്ചൊരു ഹോട്ടലിലേക്ക് ഞങ്ങളാക്കി ഒരു ദിവസം കൂടി ചണ്ഡീഗഡിൽ സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ടായി. ഫ്ലൈറ്റുകളുടെ ക്യാൻസലേഷനൊക്കെ യാത്രക്കാരിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. കാര്യം എന്ന് വെച്ചാൽ ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് രാത്രി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ പോകേണ്ട ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം വളരെയധികം കലുഷിതമായി അവരുടെ എല്ലാം കണക്ഷൻ ഫ്ലൈറ്റുകളെല്ലാം പോയി. പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രകൃതി സംഭവങ്ങൾ നമ്മുടെ ചിലപ്പം യാത്രകളെയൊക്കെ മുടക്കും. അപ്പോൾ അത് കണക്ഷൻ ഫ്ലൈറ്റുകൾ പോയി. ഇന്ത്യയിലെ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഞങ്ങളെന്തായാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് അവരാക്കിയതിന് ശേഷം പിറ്റേ ദിവസം വേറൊരു കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ വഴി കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തുവാനായിട്ട് ചണ്ഡീഗഡിൽ നിന്ന് സാധിച്ചു. ഡൽഹി പോകേണ്ട ഫ്ലൈറ്റായിരുന്നു. ഡൽഹി വഴി തിരുവനന്തപുരം വരേണ്ടതായിരുന്നു തലേ ദിവസം. അത് തിരിച്ച് ക്യാൻസൽ ചെയ്ത് രാത്രി റീബുക്ക് ചെയ്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ എത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം എത്തുകയും ചെയ്ത ഒരു അനുഭവമായിരുന്നു ഈ 10 ദിവസത്തെ ടൂറ്. വളരെ എൻജോയ് ചെയ്ത ഒരു ടൂറാണ്. നമുക്ക് ശിവാലിക് റേഞ്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ശിവാലിക് റേഞ്ചുകൾ വളരെ മനോഹരമായ റേഞ്ചുകളാണ്. ശിവാലിക്ക് അതുപോലെ റോക്താങ് പാസ് എന്ന് പറയുന്നൊരു പാസ്സുണ്ട്. അതൊരു വളരെ നീണ്ട ഒരു പാസ്സാണ്. അതിൽ കൂടെ റോഡ് തുരങ്കം, ഒരു പാറ, അതായത് നമ്മുടെ ഒരു തുരങ്കം പോലെ മലയുടെ മുകൾവശം കുഴിച്ച് 10-17 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ദീർഘമായ കിലോമീറ്ററിൽ കൂടെ അത് റോക്താങ് പാസിന് മുമ്പിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് അത് ചെയ്തത്. വളരെ റോക്താങ് പാസ് നമ്മളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ ടണലിലൂടെ നമ്മൾ തീരാത്ത യാത്ര, അതൊരു വളരെ മനോഹരമായ യാത്രയായിരുന്നു. റോക്താങ് പാസിലൂടെ പാസ് ചെയ്ത് ഇതെല്ലാം ഹിമാചൽ പ്രദേശിലെ ഒരുപാട് ടണലുകളാണ്. പലപ്പോഴും മലകളിൽ കുഴിച്ചിട്ട് മലകളുടെ അകത്തൂടെയാണ് 6 കിലോമീറ്ററും 7 കിലോമീറ്ററും അല്ലെങ്കിൽ 3 കിലോമീറ്ററൊക്കെ ഉള്ള ദീർഘദൂരമായ പാസുകളാണ്. അതായത് റോക്താങ് പാസിനെ പോലെ ചെറിയ ചെറിയ പാസുകളിലൂടെയാണ് നമ്മുടെ വാഹനം പലപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ടണലുകളൊക്കെ വളരെ അതിശയമാണ്. വളരെ അത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അത് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഡിസ്ട്രിക്റ്റുകളെ തമ്മിൽ ഹിമാചൽ പ്രദേശിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കൃഷി ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. അവർ പല കൃഷികളും ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള കൃഷി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇലക്ഷൻ്റെ സമയമായിരുന്നു. ഇലക്ഷൻ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് ഞങ്ങളവിടെ ചെന്ന് ലാൻഡ് ചെയ്തത്. ഇലക്ഷൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു. വളരെ ശാന്തമായ ഇലക്ഷനാണ്. കേരളത്തിലെ പോലെ ബഹളങ്ങളൊന്നും അവിടെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല. ഒരു പാർട്ടികളെയും പിന്താങ്ങിക്കൊണ്ട് റോഡിൽ ഒരു ബഹളം ഉണ്ടാക്കുകയോ സംസാരിക്കുകയൊന്നും കണ്ടില്ല. ചെറിയ ചെറിയ വാഹനങ്ങളിലുള്ള ഇലക്ഷൻ പ്രചരണം മാത്രമാണ് ഹിമാചൽ പ്രദേശിൽ കണ്ടത്. വളരെ പീസ് ലോവിങ് ആയ ആൾക്കാരാണ്. ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. BJPക്ക് അവിടെ തേരോട്ടമുണ്ട്. JP നഡ്ഡയുടെയൊക്കെ MLA MP കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ പ്രകൃതി ദൃശ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രകൃതി ദൃശ്യമാണ്. അത് നമുക്ക് കേരളത്തിൽ നമ്മളൊന്ന് പറയുമ്പോൾ കേരളമാണ് ഏറ്റവും മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് സമ്മാനിച്ചത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. ഞാൻ ചെറിയൊരു ആമുഖം ഈ വീഡിയോയിനകത്ത് തന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഹിമാചൽ പ്രദേശിലെ ഇപ്പോൾ ലാൻഡ് സ്ലൈഡുകൾ വന്ന് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായൊരു സ്ഥലമാണ്. വീണ്ടും ഒരു റിക്കവർ ചെയ്ത് വരുന്നു. പലപ്പോഴും കാണാൻ പറ്റാത്ത ഒരു അതിശയകരമായ കാഴ്ചകളൊക്കെ കാണാൻ ഹിമാചൽ പ്രദേശിലേക്ക് നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സ്ഥലത്തിൽ കാണാം. ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഹിമാലയൻ സോൾട്ടുകൾ വാങ്ങിക്കാൻ കിട്ടുന്ന പലതുമാണ്. ഹിമാലയൻ സോൾട്ടുകൾ അവൈലബിൾ ആണ്. റോക്ക് സോൾട്ടുകൾ എന്ന് പറയും. പല രീതിയിലുള്ള റോക്ക് സോൾട്ടുകൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ചോക്ലേറ്റ്സുകളെല്ലാം ശിവാലിക് റേഞ്ചിൻ്റെ പല ഭാഗത്തായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ സാധിച്ചു.
വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ചും കുളുവിലേക്കുള്ള യാത്ര. കുളു മണാലിയുടെ താഴ്വാരങ്ങളിൽ നിന്ന് താമസിക്കാനൊക്കെ സാധിച്ചു. അത് വാഹനമൊന്നും ഇറങ്ങാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. വാഹനം മുകളിൽ റോഡിലിട്ടിട്ട് നമ്മൾ ഇറങ്ങി നമ്മുടെ ലഗേജുകളൊക്കെ ഒരു റോപ്പ് വേയിൽ കൂടെ നമ്മുടെ 1 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക് എത്തിക്കുന്നതൊക്കെ സംവിധാനങ്ങളുമൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിച്ചു. അവിടെ ആ ഒരു കുളുവിൻ്റെ താഴ്വരയിൽ ശരിക്കും പറഞ്ഞാൽ താമസിച്ചതൊക്കെ നമ്മുടെ വർക്കല ബീച്ചിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡലാണ്. പക്ഷേ അത് നദീതടവും ഹിമാലയവും അതുപോലെ അതിനകത്തുള്ള ഹിമാലയത്തിലുള്ള ഐസുകളും പല ഹോട്ടലുകളും തുറന്ന് നമ്മളിടുമ്പോൾ മലയുടെ വ്യൂ ആണ് വരുന്നത്. മലയിൽ കൂടെ ഐസ് ഫോം ചെയ്തിരിക്കുന്നതും അതെല്ലാം വളരെ അഭൗമമായൊരു കാഴ്ചയാണ്. മലയും നിരകളും എല്ലാം കൂടെ ഇത് പറഞ്ഞറിയിക്കാനൊക്കാത്ത കാഴ്ചയാണ്. മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഹിമാചൽ പ്രദേശിനെ കൂടുതൽ വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ചെറിയ വീഡിയോസിനോടൊപ്പം ഉൾപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഒറ്റ കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. ഇതൊരു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെയുണ്ട് ഹിമാചൽ പ്രദേശിലേക്കുള്ള യാത്രയിൽ. നന്ദി, നമസ്കാരം.